വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 1 മുതൽ 4 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1-ാം സങ്കീർത്തനം 3-ാം വാക്യം. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വേദപുസ്തകത്തിലെ കവിതാ ഗ്രന്ഥങ്ങളിൽ 150 സങ്കീർത്തനങ്ങൾ അടങ്ങിയ സങ്കീർത്തന പുസ്തകത്തിന് പ്രഥമ സ്ഥാനമാണുള്ളത്. യഹൂദന്മാർ തങ്ങളുടെ ആരാധനയിൽ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. സങ്കീർത്തനങ്ങളിൽ ചിലത് സ്തോത്രമായിട്ടോ അപേക്ഷകളായിട്ടോ ആണ് അർപ്പിക്കുന്നത്. എന്നാൽ മറ്റു ചിലത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഭയം, സന്തോഷങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയുടെ മധ്യത്തിലുള്ള ദൈവിക കരുതലിനെ ഓർത്തുകൊണ്ട് ഉള്ളതാണ്. ആദിമസഭയിലെ ബിഷപ്പുമാരിൽ ഒരാളായ അംബ്രോസ് സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: എല്ലാറ്റിലും മാധുര്യമേറിയത് സങ്കീർത്തനങ്ങളാണ്. ഈ പുസ്തകത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്കാവശ്യമായതെല്ലാം കാണുന്നു എന്ന്. ഇന്ന് നാം അല്പമായി ചിന്തിക്കുന്നത് 1-ാം സങ്കീർത്തനത്തിൽ നിന്നുമാണ്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാന്മാരുടെ വഴിയെക്കുറിച്ചാണ്. 2 വഴികളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. നീതിമാൻ എപ്രകാരം ജീവിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതാണ് 1ഉം 2ഉം വാക്യങ്ങൾ. ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. 3 കൂട്ടരാണ് ഇവ നിഷേധിക്കുന്നത് എന്ന് പറയുന്നു. 1, ദുഷ്ടന്മാർ. ദൈവവുമായുള്ള ബന്ധമില്ലാത്ത മനുഷ്യനാണ് ദുഷ്ടൻ എന്ന് പറയുന്നു. അവനിൽ ദൈവഭയമില്ല. ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കരുത് എന്നാണ് തിരുവചനം നമ്മോട് കൽപ്പിക്കുന്നത്. 2ാമതായിട്ട് പാപികൾ. ദുഷ്ടതയോട് തൻ്റെ പാപം കൂട്ടിച്ചേർക്കുന്നവനാണ് പാപി. അവർ നന്മ ചെയ്യാത്തവരും ദോഷം പ്രവർത്തിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ളവരോടൊപ്പം നിൽക്കരുത് എന്ന് തിരുവചനം ശക്തമായി നമ്മോട് പറയുന്നു. 3ാമത്തെ കൂട്ടർ പരിഹാസികൾ ആണ്. വിശുദ്ധമായ സകലത്തെയും പരിഹസിക്കുന്നവരാണ് ഇവരോടൊപ്പം ഇരിക്കരുത് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഇത്തരം വഴുതി വീഴലുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ അഥവാ നീതിമാന്മാർ. ഇവരുടെ ശ്രേഷ്ഠമായ പ്രവൃത്തി രാപ്പകൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. അങ്ങനെയുള്ളവർ മണവും ഗുണവും ഫലവും ശ്രേഷ്ഠതയുമുള്ള വൃക്ഷമായി എന്നേക്കും തീരും. അങ്ങനെയെങ്കിൽ നീതിമാന്മാർ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നും അവിടെ പറയുന്നു. 2ാമത്തേത് ദുഷ്ടന്മാരുടെ വഴിയാണ്. ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യനാണ് ദുഷ്ടനെങ്കിൽ അവനെ പതിരിനോടാണ് ഉപമിക്കുന്നത്. നീതിമാനെ വൻമരത്തോട് ഉപമിക്കുമ്പോൾ ദുഷ്ടനെ പതിരുപോലെ കാണുന്നു. പതിരിന് കാമ്പില്ല, വേരുകളില്ല, ഫലവുമില്ല. കാറ്റടിക്കുമ്പോൾ എങ്ങോട്ടെന്നില്ലാതെ പറന്നു പോകുന്നു. ഗുണമില്ലാത്തതും ഫലശൂന്യവുമായി പതിർ മാറുന്നു. ഭാരമില്ലാത്ത ജീവിതമായി അപ്പൂപ്പൻ താടികൾ പോലെ കാറ്റിൽ പറന്നു നടക്കുന്നു. ഈ ലോകത്തിലെ മോഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെ പോകുന്നവരും ഇത്തരത്തിൽ ഫലശൂന്യമായി പോകും എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. അന്ത്യന്യായവിധി ദിവസത്തിൽ ഇവർക്ക് വിജയിക്കുവാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് നീങ്ങുന്നത്? നാം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്. അതിനാൽ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ആറ്റരുകത്ത് നിൽക്കുന്ന പച്ചപ്പുള്ള ഫലമുള്ള വൃക്ഷങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, 2 തരം വഴികളെക്കുറിച്ച് ഈ പകൽക്കാലത്തിൽ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങൾ പതിരുപോലെ കാമ്പില്ലാത്ത, വേരുകളില്ലാത്ത, ഫലമില്ലാത്ത അവസ്ഥ പോലെയല്ല, ആറ്റരുകത്ത് നിൽക്കുന്ന പച്ചപ്പുള്ള ഫലമുള്ള വൃക്ഷങ്ങളാക്കി ഞങ്ങളെ ഏവരെയും തീർക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.